ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബൊക്കയാണ് കേട്ടോ. ആക്ച്വലി എനിക്ക് ബൊക്ക ഉണ്ടാക്കാൻ നിച്ചല്ല, എന്നാൽ ഞാൻ ട്രൈ ആക്കാനേ. അപ്പോൾ ഞാനൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഷെൽഫൊന്ന് ക്ലീൻ ആക്കിയപ്പോൾ എനിക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഷീറ്റ് ഞാൻ ഒന്ന് നാലാക്കി ഒന്ന് കട്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്താ നാലാക്കി ഞാൻ കട്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്നൊരു ഷീറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നിട്ട് അതൊന്ന് മാറ്റിയെടുക്കുക. എന്നിട്ട് അവിടെ ഒന്ന് സെലോ ടാപ്പ് ഒട്ടിച്ചൊന്ന് സെറ്റാക്കി എടുക്കുക. ഞാനിവിടെ എടുക്കുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണ്. നിങ്ങൾക്ക് ഫ്രഷ് ഫ്ലവറും എടുക്കാം. ഇതിൻ്റെ നടുവിലോട്ടാക്കിയിട്ട് ഒന്ന് സെലോ ടാപ്പൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതിങ്ങനെ ആക്കിയിട്ട് സെറ്റായില്ല. പിന്നെ എനിക്ക് പഞ്ഞൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. എനിക്കറിയില്ല കേട്ടോ, ഇതാക്കിയപ്പോഴാണ് സെറ്റായത്. ഇതൊന്ന് നല്ലോണം നിൽക്കാൻ വേണ്ടിയിട്ട് അതിന് ത്രെഡ് എടുത്തുനിന്ന് നല്ലോണം ഒന്ന് രണ്ട് ഭാഗം ഒന്ന് നല്ലോണം സെറ്റ് ആക്കി. ഇനി അടുത്ത ഷീറ്റ് എടുത്തിട്ട് നേരത്തെ കാട്ടിയ പോലെ തന്നെ ആക്കുകയെ. സെലോ ടാപ്പൊക്കെ ഒന്നിട്ടിച്ച് ആ ഫ്ലവറിൻ്റെ ആ മറ്റേ സൈഡുണ്ടല്ലോ അതിൽക്കൂടെ അങ്ങനെ ചുറ്റി കൊടുക്കാം കേട്ടോ. അവിടെ ഒന്ന് സെലോ ടാപ്പ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ആക്കി. ഇനി മൂന്നാമത്തെ ഷീറ്റ് എടുത്തിട്ട് നേരത്തെ തന്നെ കാട്ടിയ പോലെ തന്നെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം ബാക്കി വന്ന സ്പേസിലൊക്കെ ഒന്ന് ഇതൊന്ന് കുടിക്കെടുക്കുക. നന്നായിട്ട് സെലോ ടാപ്പ് വെച്ചിട്ട് ഫുള്ള് കവറാക്കാം. ഈ ബാക്കി വന്ന ഒരു പീസ് ഉണ്ടല്ലോ, അത് ഇതായി ബൊക്ക പിടിക്കുന്ന ആ ഭാഗത്ത് ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഈ പഞ്ഞിയൊക്കെ വെച്ചല്ലോ അതൊന്ന് കാണാണ്ടിരിക്കാനായിട്ടാക്കി നന്നായിട്ട് സലാഡാക്കി. ഇനി അടിയത്തെ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ ഷേപ്പിൽ എൻ്റെ ഫുള്ള് കൊള്ളായതാണ്, അതാണ് മുറിച്ചെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഞാനൊരു കയറ് കെട്ടിയെടുത്ത് അത് എനിക്കിഷ്ടമായില്ല കേട്ടോ അത്ര. ഇത് ലാസ്റ്റ് ഞാൻ ഈ പീസില്ലേ ഇതിൻ്റെ ആ സാധനം ഒന്ന് ചുറ്റി കൊടുത്താണ്. ബൊക്ക വിചാരിച്ചിങ്ങനെ രസമില്ലാത്തതുകൊണ്ട് വെച്ചു.